ഹായ് ഗായ്സ്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഇതിൻ്റെ പുറകെയായിരുന്നു ഞാൻ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പരാഗിലൊന്ന് കയറി. നമുക്ക് വ്യക്തമായിട്ട് റെഫറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നേരെ ജോർജറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. ജോർജറ്റാണ് എടുത്തത്. സെയിം കളർ നമുക്ക് കിട്ടി. പക്ഷേ ഇത്രയും തുണി അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ കണ്ണിനൊരു കുളിർമയാണല്ലോ. ചുറ്റുമൊന്ന് നടന്ന് കണ്ടു. പക്ഷെ നമുക്കിത് മാത്രം മതിയായിരുന്നു. അത് കാരണം നമ്മളതെടുത്തുകൊണ്ടിങ്ങ് പോന്നു. പരിപാടിയുടെ തലേ ദിവസം തയ്ച്ചു തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. പക്ഷേ ഈ തുണി എടുത്തപ്പോൾ തൊട്ടേ എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഈ തുണി ഞാൻ വിചാരിക്കുന്നവരല്ല, ജോർജറ്റ് ഞാൻ ഇതുവരെ തയ്ച്ചിട്ടില്ല, തെന്നി പോകുന്ന തുണിയാണ്. സോ തലേ ദിവസം ഇതെടുക്കാനിരുന്നാൽ എനിക്ക് 8ൻ്റെ പണി കിട്ടും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ച മുന്നേ പണി അങ്ങ് തുടങ്ങി. അപ്പം ഒരു ദിവസം ഞാനങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. വെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു എൻ്റെ മുറിയുടെ അവസ്ഥ. അവസാനം അതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ അന്നത്തെ ദിവസം പരിപാടി നിർത്തി. പിറ്റേ ദിവസം തയ്ക്കാൻ കയറി. ആദ്യം തന്നെ ഞാൻ യോക്ക് പോർഷൻ ഒന്ന് ചെയ്തെടുത്തു, ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ പോയി. നെക്കിൻ്റെ പരിപാടി വളരെ സിമ്പിളും ഭയങ്കര ബ്യൂട്ടി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ നല്ല പണിയാണ്. ഇത് ഞാൻ കുറേ തവണ ശ്രമിച്ചു ഈ നെക്ക് വെട്ടിയെടുക്കാൻ. അവസാനം നടക്കാഞ്ഞത് കൊണ്ട് എൻ്റെ അനിയൻ പാവം, അവനാണ് എനിക്കിത് വെട്ടിത്തന്നത്. അവൻ നല്ല വൃത്തിയിൽ എനിക്ക് വെട്ടിത്തന്നു കേട്ടോ. അത് ഞാൻ വളരെ പാടുപെട്ട് തയ്ച്ചെടുത്തു. നമുക്ക് ഈ സ്കാലോപ്പ് നെക്ക് ഭയങ്കര രസമാണ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ, പക്ഷെ നല്ല പണിയാണ്. നമ്മൾ ഓരോ സ്ഥലത്തും ഇത് ക്യാൻവാസുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഫൂട്ടർ പൊക്കി പിന്നെ താത്ത് പിന്നെ തയ്ച്ചെടുത്ത് അങ്ങനെ കുറേ തവണ ചെയ്യേണ്ടി വന്നു. നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ വൃത്തിയിൽ ചെയ്തെടുത്താൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് കുറേ പാടുപെട്ടിട്ട് തയ്ച്ചെടുത്തു. തയ്ച്ച് കഴിഞ്ഞ് ആ ഒരു ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെക്ക് പോർഷൻ്റെ ഔട്ട്പുട്ട്. അതിനുശേഷം പിന്നെ ഞാൻ സ്ലീവാണ് ചെയ്തെടുത്തത്. പഫ് സ്ലീവ് തന്നെ നമ്മുടെ റെഫറൻസിലുണ്ടായിരുന്ന പോലെ തന്നെ പഫ് സ്ലീവ് തന്നെയാണ് ചെയ്തെടുത്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു വശത്തുനിന്ന് നൂല് പതിയെ വലിച്ച് അങ്ങനെയാണ് പഫ് സ്ലീവ് ചെയ്തെടുത്തത്. അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടാണ് അതൊക്കെ ബാക്കി പരിപാടിയിലേക്ക് പോയത്. ഇതിനുശേഷം ചെയ്യാനുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇപ്പോൾ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലീറ്റ്സ് എടുത്തിട്ട് അത് നന്നായിട്ട് തേച്ച് വെച്ചാലേ നമുക്ക് ആ ഭംഗിയിൽ കിട്ടുകയുള്ളായിരുന്നു. എനിക്ക് വെള്ളിയാഴ്ച ആയിരുന്നതുകൊണ്ടും പള്ളിയിൽ കൊയറും കുർബാനയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ പാവം എൻ്റെ അമ്മയും അനിയനും കൂടെയാണ് എനിക്കത് തേക്കാനായിട്ടുള്ള പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഒന്ന് കുത്തിയൊക്കെ വെച്ച് തന്നത്. അതിനുശേഷം അത് തേച്ച് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഈസ്റ്ററിന് തന്നെ ഈ ഡ്രസ്സ് ഇടാൻ പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഔട്ട്പുട്ട് കണ്ടപ്പോൾ. നമ്മുടെ റെഫറൻസിൻ്റെ അത്രയും പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്താൻ പറ്റിയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.